Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ആണ്. നമ്മൾ സിലബസിലുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. First question is write the fundamental quantities or base quantities and their units എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, അവയുടെ യൂണിറ്റ്സ് ഒന്ന് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹിയർ വി നോ ദാറ്റ് ലെങ്ത്, അതായത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്, അവയുടെ യൂണിറ്റ്സ് ആണ് പറയുന്നത്. അതിന് ഇൻ അഡീഷൻ ടു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ദർ ആർ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് അല്ലെ, അതായത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് പുറമെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ലെങ്ത് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്താണ്? യെസ്, മീറ്റർ ആണ്. ദെൻ മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപെയർ, ടെമ്പറേച്ചർ Kelvin, amount of substance mole, and luminous intensity cantilla. So these are the 7 fundamental quantities. That is length. The unit of length is meter, mass, kilogram, time, second, electric current, ampere, temperature, Kelvin, amount of substance, mole, and luminous intensity, candela. So ഈ 7 fundamental quantities ന് പുറമേ ഉള്ള 2 supplementary quantities ആണ് plane angle and solid angle. Plane angle ന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. Then solid angle എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറേഡിയൻ, SR എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. So these are the fundamental quantities and their units. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് write the dimensional formula of the derived quantities ആണ്. അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ അതായത് ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ആയിട്ട് നമ്മൾ അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏരിയ മുതൽ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും, എന്നാലും നമുക്കതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഏതാണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ. ഏരിയ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ലെങ്ത് എന്ന് പറയുന്നത് ഒരു that is L. Okay, then breadth is also a length അല്ലെ. അപ്പൊ L into L എന്ന് എഴുതാം അല്ലെ. ഏരിയ എന്ന് പറഞ്ഞാൽ L into L എന്ന് എഴുതാം. That will be equal to L into L, that is equal to L square. So dimensional formula of area എന്ന് പറയുന്നത് എന്താണ്? A is equal to L square. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാലോ. സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം നമ്മൾ എപ്പോഴും ഡയമെൻഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാത്തൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് അറിയുമെന്ന് വിചാരിക്കുക. ഏരിയ ഇസ് ഈക്വൽ ടു മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് വരിക അല്ലെ. സോ മീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. സോ L സ്ക്വയർ എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ 2 രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡയമെൻഷൻസ് കാണാം. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇക്വേഷൻ വെച്ചുകൊണ്ട് പറയുന്നത് കൊണ്ട് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അതർവൈസ് യു ക്യാൻ റിമെമ്പർ ദ യൂണിറ്റ് അറിയാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡയമെൻഷൻസ് എഴുതാവുന്നതേ ഉള്ളൂ. ദെൻ വോളിയം എങ്ങനെ കാണുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഹിയർ എത്ര ലെങ്ത് ആണ് വരുന്നത്? L, B, H മൂന്നും ലെങ്ത് ആണ്. സോ the equation will be L into L into L, that is L cube. അപ്പോൾ വോളിയത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? യെസ്, L ക്യൂബ് ആണ്. Then next one is density. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം. സോ മാസിനെ നമുക്ക് M എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെൻ വോളിയം ഇസ് L ക്യൂബ്, നമ്മളിപ്പോ കണ്ടതാണ്. സോ ഒരിക്കലും നിങ്ങൾ ഡയമെൻഷൻസ് ബൈ ഹാർട്ട് ചെയ്യരുത്. നമുക്ക് ഇക്വേഷൻസ് നോക്കിയിട്ട് വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കരുത്. സോ ഇവിടെ നമുക്ക് വോളിയം ഓൾറെഡി നമ്മളിവിടെ കണ്ടതാണ്, L ക്യൂബ് അല്ലെ. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് M ബൈ L ക്യൂബ് ആണ്. ഇനി L ക്യൂബ് ഇതിപ്പോ ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. ഇതിന് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? L റേസ് ടു -3 എന്ന് വരും. സോ M L റേസ് ടു -3 എന്നുള്ളതാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, സോ ദാറ്റ് ഈസ് M L റേസ് ടു -3. റോ ഇസ് ഈക്വൽ ടു M L റേസ് ടു -3 is the dimensional formula of density. Next we have frequency. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? 1 by time period ആണ്. സോ ടൈം പീരീഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? T എന്നല്ലേ. സോ 1 by T എന്ന് എഴുതാലോ. സോ 1 by T മീൻസ് ഈ T ന്യൂമറേറ്ററിലേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറും? T റേസ് ടു -1 ആവും. സോ T റേസ് ടു -1 is the dimensional formula of frequency. ആൻഡ് സ്പീഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. സോ S is equal to L by T എന്ന് എഴുതാം. സോ LT റേസ് ടു -1 എന്നുള്ളതാണ് ഡയമെൻഷൻ ഓഫ് സ്പീഡ്. അടുത്ത ക്വാണ്ടിറ്റീസിലേക്ക് പോവാം. The next quantity is velocity.
velocity means that is displacement by time, right? So displacement is a length, so by time, so എങ്ങനെ എഴുതാം? b is equal to l by t, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് ആണ് ബൈ ടൈം, സോ l by t is equal to l t raised to -1. ഇനി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റിയുടെ യൂണിറ്റ് അറിയാം, മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ മീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിന്റെ യൂണിറ്റ് ആണ്. സോ l t raised to -1 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഈസ് മൊമെന്റം. മൊമെന്റം എന്താണ് ഇക്വേഷൻ? p is equal to m into v, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസിന് പകരം m എന്ന് എഴുതാം. വെലോസിറ്റി നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടതാണ്, l t raised to -1. സോ എന്ത് വരും? m l t raised to -1 എന്ന് വരും. യൂണിറ്റ് എന്തായിരുന്നു? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ മീറ്റർ, കിലോഗ്രാം മീൻസ് ദാറ്റ് m, then meter per second means l t raised to -1. So like that also we can write. The next quantity is angular momentum. Angular momentum is momentum into distance. So linear momentum into distance ആണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? ml t raised to -1 ആണ്. into distance is l. അപ്പൊ എന്തായിട്ട് മാറും? m then l into l. So l square t raised to -1. So m l square t raised to -1 ആണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഓർ വി ക്യാൻ റൈറ്റ്, അതായത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ എഴുതാം? കിലോഗ്രാമിന് പകരം m എന്ന് എഴുതാം. മീറ്റർ സ്ക്വയർ മീൻസ് l സ്ക്വയർ, ദെൻ സെക്കൻഡ് റേസ് ടു -1 മീൻസ് t റേസ് ടു -1. അപ്പൊ ഈ രീതിയിലും എഴുതാം. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവാം. സോ ദാറ്റ് ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലെ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെ എങ്ങനെ എഴുതാം? വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? l t raised to -1 ആണ്. ബൈ ടി ടൈം ആണ്. സോ l t raised to -2. സോ ഈ ടി മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. സോ l t raised to -2 ആണ്. അതർവൈസ് ഫ്രം ദ യൂണിറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ എന്ന് പറയുമ്പോൾ l ആണ്. ദെൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ t raised to -2. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഫോഴ്സ്. ഫോഴ്സിന് എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F is equal to ma ആണ്. ദെൻ മാസിന് m എന്ന് എഴുതാം. ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടതാണ്, l t raised to -2. അപ്പൊ എന്താ കിട്ടുക? m l t raised to -2 or from the unit kilogram meter per second square, അല്ലെങ്കിൽ ന്യൂട്ടൺ എന്നുള്ളതാണ് ഫോഴ്സിന്റെ യൂണിറ്റ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എങ്ങനെ എഴുതാം? കിലോഗ്രാം എന്ന് പറഞ്ഞാൽ m ആണ്. ദെൻ മീറ്റർ എന്ന് പറയുന്നത് l, സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് t raised to -2 ബിക്കോസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ m l t raised to -2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. നെക്സ്റ്റ് വി ഹാവ് ഇമ്പൾസ്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ എങ്ങനെ എഴുതാം? F എന്ന് പറഞ്ഞാൽ ml t raised to -2 ആണ് ഇൻറ്റു ടൈം t. സോ ഇവിടെ എന്ത് വരും? m l, then t യുടെ പവർ എത്രയായിട്ട് മാറും? t raised to -2 plus 1. So t raised to -1. അതർവൈസ് ഫ്രം ദ യൂണിറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ കിലോഗ്രാം എന്ന് പറയുമ്പോൾ m ആണ്. ദെൻ മീറ്റർ, ദെൻ ദാറ്റ് ഈസ് l t raised to -1. m l t raised to -1 ആണ് ഇമ്പൾസിന്റെ ഡയമെൻഷൻ. സെയിം ഡയമെൻഷൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടില്ലേ? അതായത് m l t raised to -1 എന്ന് പറയുന്നത് യെസ് here, അതായത് മൊമെന്റം ആൻഡ് ഇമ്പൾസ് they both are having the same dimension. m l t raised to -1 ആണ്. m l t raised to -1 is the dimension of momentum and impulse. അങ്ങനെ സിമിലർ ആയിട്ട്, അതായത് ഒരേപോലെ വരുന്ന ഡയമെൻഷനുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഡയമെൻഷൻസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അത് ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, നൗ വി ഹാവ് വർക്ക്. വർക്കിനെ എങ്ങനെ എഴുതാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. സോ F is equal to ml t raised to -2 ആണ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന് L എന്ന് എഴുതാം. സോ m then L into L ഉണ്ട് അല്ലെ. സോ L സ്ക്വയർ t raised to -2, ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ്, ഓർ ജൂൾ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ml സ്ക്വയർ t raised to -2 എന്നുള്ളതാണ് വർക്കിന്റെ ഡയമെൻഷൻ. ക്ലിയർ? Now we can move to the next quantity, that is energy. അപ്പൊ എനർജിയുടെ ഡയമെൻഷൻ കാണാൻ പറഞ്ഞാൽ ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും കൈനറ്റിക് എനർജി ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് എനർജി ആണെങ്കിലും നമുക്ക് വർക്ക് ഡണ്ണിന്റെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. സോ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. വർക്ക് ഡണ്ണിന്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ദാറ്റ് ഈസ് ml സ്ക്വയർ t raised to -2. അപ്പൊ അതിന് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ തന്നെ എഴുതിയാൽ മതി എനർജിയുടെ ഡയമെൻഷൻ ആയിട്ട്. ഓക്കെ, ദെൻ ടോർക്ക് എന്ന് പറയുന്നത് എങ്ങനെ കാണാം? ടോർക്ക് ഇസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്.
അപ്പൊ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ദാറ്റ് ഈസ് എം എൽ ടി റേസ് ടു -2 ഇൻറ്റു എൽ, ഡിസ്റ്റൻസ് എൽ ആണ്. സോ ദാറ്റ് വിൽ ബി എം, ദെൻ എല്ലിന്റെ പവർ എത്രയാണ്? ഇവിടെ എൽ റേസ് ടു 1, ഇവിടെ അഗെയിൻ എൽ റേസ് ടു 1, സോ എൽ റേസ് ടു 1 + 1 എൽ സ്ക്വയർ ടി റേസ് ടു -2. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ് ടോർക്കിന്റെ ഡയമെൻഷൻ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? എനർജിയുടെ ഡയമെൻഷനും വർക്കിന്റെ ഡയമെൻഷനും എന്താണെന്ന് കണ്ടു? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. സോ സെയിം ഡയമെൻഷൻ ആണ് ഏതിനും കിട്ടുന്നത്? ടോർക്കിന് കിട്ടുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു -3. അപ്പൊ സിമിലർ ആയിട്ടുള്ള, അതായത് സെയിം ഡയമെൻഷൻസ് വരുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഏതൊക്കെ? എനർജി, വർക്ക്, ടോർക്ക്. ഓക്കെ, ഇനി പ്രഷർ എങ്ങനെ കാണാൻ പറ്റും? ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എൽ ടി റേസ് ടു -2 ആണ്, ബൈ ഏരിയ ലെങ്ത് ഇൻറ്റു ലെങ്ത്, സോ എൽ സ്ക്വയർ. സോ ഹിയർ എം എൽ ടി റേസ് ടു -2 ബൈ എൽ സ്ക്വയർ ആണ്. ഈ എൽ സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? എൽ റേസ് ടു -2 ആയിട്ട് മാറും. സോ എൽ റേസ് ടു 1 -2 അല്ലേ വരിക. സോ ഹിയർ എൽ ഈസ് ദർ, താഴെ വരുന്ന എൽ മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ എൽ റേസ് ടു 1ഉം ഇത് -2 ആയിട്ട് മാറും. സോ 1 - 2, സോ ദാറ്റ് ഈസ് -1. അപ്പോൾ എല്ലിന്റെ പവർ എന്തായിട്ട് മാറി? എൽ റേസ് ടു -1 ആണ്. ടിയുടെ പവർ ടി റേസ് ടു -2 ആണ്. സോ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ആണ് പ്രഷറിന്റെ ഡയമെൻഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് സ്ട്രെസ്. സ്ട്രെസ് എങ്ങനെ കാണാം? ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എൽ ടി റേസ് ടു -2 ബൈ ഏരിയ, സോ ദാറ്റ് ഈസ് എൽ സ്ക്വയർ. അപ്പൊ വരുന്നത് എന്താണ്? സെയിം അല്ലേ കിട്ടുന്നത്? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 തന്നെയാണ്. ഓക്കെ, സോ ദീസ് two pressure and stress are also having the same dimension. m l raised to -1 t raised to -2 ആണ്. ഇനിയുള്ളത് പവറിന്റെ ഇക്വേഷൻ എന്താണ്? റേറ്റ് ഓഫ് വർക്ക് ആണ് പവർ എന്ന് പറയുന്നത് അല്ലെ. സോ വർക്ക് ബൈ ടൈം. വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ബൈ ടൈം ടി. അപ്പൊ ഈ ടി മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ ഒരു -2 ഉണ്ട്, ഇത് മുകളിൽ പോകുമ്പോൾ -1 ആയിട്ട് മാറും. സോ ടി റേസ് ടു -2 -1 ടി റേസ് ടു -3 ആണ്. അപ്പൊ എന്താണ് ഇക്വേഷൻ വരിക? എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ആണ് യെസ് പവറിന്റെ ഡയമെൻഷൻ. ഇനി സാധാരണ ചോദിക്കാറുള്ള ഒരു ടൈപ്പ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്വാണ്ടിറ്റീസ് ഒക്കെ ഒന്ന് ഫെമിലിയർ ആയിട്ടുണ്ടാവും അല്ലെ. എങ്ങനെയാണ് ഇനി ഒരു പുതിയൊരു ക്വാണ്ടിറ്റി തന്നാൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കഴിയുമല്ലോ. സോ അതൊന്ന് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് നോ ഡയമെൻഷൻ ആൻഡ് നോ യൂണിറ്റ്. അതായത് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് തന്നെ യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് കാണാൻ പറ്റും. അത്തരം ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ ആണ്. അത്തരം ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് വൺ ഈസ് സ്ട്രെയിൻ. സ്ട്രെയിൻ എങ്ങനെ കാണാം? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ അല്ലെ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എൽ ബൈ എൽ അല്ലേ. സോ ദാറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. അപ്പൊ എൽ റേസ് ടു 0 ആണ്, അപ്പൊ അവിടെ 1 ആണ്, അപ്പൊ അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ അത്തരം ക്വാണ്ടിറ്റീസ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് നോട്ട് ഹാവിംഗ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. മറ്റൊരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കാണുന്നത്? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പൊ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം. സോ എം എൽ റേസ് ടു -3 ആണ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ഈസ് ഓൾസോ എം എൽ റേസ് ടു -3. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് എന്തുണ്ടാവില്ല? ഇവിടെ ഡയമെൻഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തും ഉണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. ബിക്കോസ് ദീസ് ടു വിൽ ഗെറ്റ് ക്യാൻസൽ. അപ്പൊ ഈ രണ്ട് കേസസ് എന്താണ്? അവയ്ക്ക് യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. സ്ട്രെയിൻ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ദെൻ റിലേറ്റീവ് ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ ദീസ് ടു quantities are not having dimension or unit. ഇനി അതേപോലെ ചോദിക്കാറുള്ള മറ്റൊരു കേസ് ആണ് they will be having some physical quantities which has unit but no dimension. അതായത് ചില ക്വാണ്ടിറ്റീസിന് യൂണിറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അവയ്ക്ക് എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. അത്തരം ക്വാണ്ടിറ്റീസ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ നേരത്തെ പഠിച്ച കേസ് തന്നെയാണ്. പ്ലെയിൻ ആംഗിൾ, അതായത് സപ്ലിമെന്ററി യൂണിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സപ്ലിമെന്ററി യൂണിറ്റ്സ്, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചപ്പോൾ. അപ്പൊ അതിനകത്ത് പ്ലെയിൻ ആംഗിളിലും സോളിഡ് ആംഗിളിലും ഒക്കെ എന്തുണ്ട് എന്ന് കണ്ടു. നമ്മൾ യൂണിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. പ്ലെയിൻ ആംഗിൾ ആണെങ്കിൽ റേഡിയൻ ആണ്, സോളിഡ് ആംഗിൾ നമ്മൾ സ്റ്റെറേഡിയൻ എന്ന് പറഞ്ഞു. പക്ഷെ അവയ്ക്ക് എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ അത്തരം ക്വാണ്ടിറ്റീസ് ചോദിക്കാറുണ്ട്. നെയിം സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് യൂണിറ്റ് ബട്ട് ദർ ഇസ് നോ ഡയമെൻഷൻ എന്ന് ചോദിക്കാറുണ്ട്. സോ പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, അതുപോലെ മറ്റൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ദീസ് 3 ആർ, അതായത് നമ്മൾ 3 നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഏതെങ്കിലും 1-2 മിനിമം ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായത്
ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ യൂണിറ്റ് ഉണ്ടായിരിക്കും പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇത്തരം ക്വാണ്ടിറ്റീസ് ഏതൊരു പുതിയ ക്വാണ്ടിറ്റി തന്നാലും അതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ് കാണാന്നുള്ളത് ഒന്ന് എഴുതി തന്നെ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ബാക്കി ആപ്ലിക്കേഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Now we can move to the next question. The question is, find the dimensional formula of universal gravitational constant, that is G, using the equation F is equal to G m1 m2 by r square. So we have to find the dimensional formula of universal gravitational constant, that is G, by using the equation F is equal to G into m1 m2 by r square. So ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ കാണാന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ജിയുടെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 എന്ന് എഴുതാം അല്ലെ. സോ ജി വിൽ ബി ഈക്വൽ ടു എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 എന്ന് എഴുതാമല്ലോ. So the equation is G is equal to F into R square divided by M1 into M2. ക്ലിയർ? ഇനി ഇതിൽ ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് കണ്ടാൽ മതി, അത്രേ ചെയ്യാനുള്ളൂ. സോ ഇവിടെ എങ്ങനെ കാണാം, എഫിന്റെ അതായത് ഡയമെൻഷൻ ഓഫ് ജി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എഫ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് m1 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് m2. ഓരോന്നിന്റെയും ഡയമെൻഷൻസ് കാണാം. അപ്പൊ ഇവിടെ എന്ത് വരും, എഫിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ ദാറ്റ് ഈസ് എം ഇൻറ്റു എൽ ടി റേസ് ടു -2. ആർ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ആണ്. സോ എൽ എന്ന് എഴുതാം. സോ ആർ സ്ക്വയർ മീൻസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 എന്ന് പറയുന്നത് എന്താണ്, മാസസ് ആണ്. സോ m1 ഇൻറ്റു m2 എന്നുള്ളതിന് പകരം m ഇൻറ്റു m എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, ഈ ഡിനോമിനേറ്ററിൽ ഉള്ളതിനെല്ലാം എന്ത് ചെയ്യാം, മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും, എം എൽ ടി റേസ് ടു -2 എൽ സ്ക്വയർ. ഇതിന് ചേഞ്ചസ് ഒന്നും ഇല്ല അല്ലെ. ഈ എമ്മിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും, എം റേസ് ടു -1. ദിസ് ഓൾസോ വിൽ ബിക്കം എം റേസ് ടു -1. അപ്പൊ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കി നോക്കൂ. എമ്മിന്റെ പവേഴ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എത്ര വരുന്നത്, ഇവിടെ എം ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, -1 അഗെയിൻ. അപ്പോ എം ഒരു -1 +1 ക്യാൻസൽ ചെയ്യും. റിമൈനിങ് എത്രയാണ്, എം റേസ് ടു -1. ഓക്കെ, എല്ലിന്റെ പവേഴ്സ് നോക്കാം. ഇവിടെ ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു എൽ സ്ക്വയർ ഉണ്ട്. ടോട്ടൽ എൽ ക്യൂബ് ആണ്. ടിയുടെ പവേഴ്സ് ഏതൊക്കെയാണ്, ടി റേസ് ടു -2 മാത്രമേ ഉള്ളൂ. അപ്പൊ ടി റേസ് ടു -2 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ, അതായത് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും, അതായത് ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മളോട് ഏതിന്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അതിനെ LHS എഴുതുക. ഓക്കെ, ദെൻ അതിന്റെ ഇക്വേഷനകത്ത് എന്ത് ചെയ്യുക, ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് കണ്ടിട്ട് ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ അത്രയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എച്ച്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് ചോദിച്ചിട്ടുള്ളത് ബൈ യൂസിംഗ് ദ ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അപ്പൊ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. ദ ഇക്വേഷൻ ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അപ്പൊ എന്ത് ചെയ്യാം, എച്ചിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എം വി എന്ന് ഡയറക്റ്റ് എഴുതാം അല്ലെ. ലാംഡ ഇൻറ്റു എം വി ആണ്. ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് കണ്ട എന്ത് കിട്ടും, dimension of h is equal to dimension of lambda into dimension of m into dimension of v എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, വേവ് ലെങ്ത് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു എൽ അല്ല, എല്ലിന് ഈക്വൽ ആണ്. സോ എൽ എന്ന് എഴുതാം, മാസിന് പകരം എം എന്ന് തന്നെ എഴുതാം. ദെൻ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സോ എൽ ടി റേസ് ടു -1. ഇനി എമ്മിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. എമ്മിന് എത്ര, അത് 1 മാത്രമാണ് വരുന്നത്. സോ എം എന്ന് എഴുതാം. എല്ലിന്റെ പവേഴ്സ് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. സോ ടോട്ടൽ 1 + 1 2. സോ എൽ സ്ക്വയർ എഴുതാം. ടിയുടെ പവേഴ്സ് എത്ര വരുന്നത്, ടി റേസ് ടു -1 ആണ്. സോ അവർ ഇക്വേഷൻ, അതായത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എച്ച്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, എം എൽ സ്ക്വയർ ടി റേസ് ടു -1 ആണ്. ക്ലിയർ? അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഒരു, അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്. Now we have a sure question. അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Name and state the principle used to check the correctness of the equation. അതായത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അതായത് ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് which principle we are using, ഏത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്, and state the principle എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാറുള്ളത്,
യെസ്, ദാറ്റ് ഈസ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിക്കാറുണ്ട്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആദ്യം എന്താണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അല്ലെ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനകത്ത് വരുന്ന ഓരോ ടേമും, അതായത് എൽ എച്ച് എസിൽ ഇവിടെ ഒരു ടേം ഉണ്ട്, ആർ എച്ച് എസിൽ രണ്ട് ടേംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡയമെൻഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കണം. അതായത് ഡയമെൻഷൻ ഓഫ് എസ് ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു ടി, ദാറ്റ് ഓൾസോ ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി. ഈ മൂന്നിന്റെയും ഡയമെൻഷൻ സെപ്പറേറ്റ്ലി ഈക്വൽ ആണെങ്കിൽ മാത്രമായിരിക്കും എന്ത് ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവുന്നത്. അതാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെ പറയാം? ഫോർ എൻ ഇക്വേഷൻ ടു ബി കറക്റ്റ്, the dimensions of each term on both sides of the equation must be the same. I will repeat. For an equation to be correct, ഒരു equation correct ആവണമെന്നുണ്ടെങ്കിൽ the dimensions of each term, ഓരോ ടേമിന്റെയും ആണ്, അല്ലാതെ എൽ എച്ച് എസിന്റെ മാത്രം അല്ലെങ്കിൽ ആർ എച്ച് എസിന്റെ മാത്രമല്ല, എൽ എച്ച് എസിലുള്ള ഓരോ ടേമിന്റെയും ആർ എച്ച് എസിലുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് സെപ്പറേറ്റ്ലി എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ഫോർ എൻ ഇക്വേഷൻ ടു ബി കറക്റ്റ്, the dimensions of each term on both sides of the equation must be the same. അതാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് കാണാന്നുള്ളത് നമ്മൾ ഈ എക്സാമ്പിൾസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? The magnitude of physical quantities may be added or subtracted if they have the same dimensions. അപ്പോൾ ആദ്യത്തെ കേസ് എന്തായാലും പഠിച്ചിരിക്കുക. രണ്ടാമത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് മാഗ്നിറ്റ്യൂഡ്സ്, അതായത് ഇപ്പോൾ ഒരു ഇക്വേഷനെ നമുക്ക് ആഡ് ചെയ്യണം, രണ്ട് ടേംസിനെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് ടേമിന്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പൊ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ യു ടി പ്ലസ്, ഇവിടെ ഈ ഇക്വേഷൻ നോക്കാം, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ യു ടിയുടെ ഡയമെൻഷനും ഹാഫ് എ ടി സ്ക്വയറിന്റെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല? അതിനെ ആഡ് ചെയ്യാൻ കഴിയില്ല. ക്ലിയർ? അപ്പൊ അതാണ് രണ്ടാമത് പറയുന്നത്. അതായത് സെയിം തിങ് തന്നെയാണ്, നമ്മൾ അതിനെ ഒന്ന് മാറ്റി പറയുന്നു എന്ന് മാത്രം. അപ്പൊ രണ്ട് രീതിയിലുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് പഠിച്ചിരിക്കുന്നതാണ് നല്ലത്. സോ ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഇഫ് ദേ ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഇഫ് ദേ ഹാവ് ദ സെയിം ഡയമെൻഷൻ. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക, ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. അതായത് ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി ദ സെയിം. ഇത് നമുക്ക് പല ക്വസ്റ്റ്യൻസിലും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? യു ടിയുടെ ഡയമെൻഷനും ഹാഫ് എ ടി സ്ക്വയറിന്റെ ഡയമെൻഷനും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമുക്ക് എന്ത് പറയാം? യു ടി, ഡയമെൻഷൻ ഓഫ് യു ടി ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയാൻ കഴിയും. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് ആണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ ബൈ യൂസിങ് ഡയമെൻഷൻ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി എന്നുള്ളതാണ്. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി. അപ്പൊ ഇതില് എങ്ങനെയാണ് ഡയമെൻഷനലി കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഓരോ ടേമിന്റെയും എസിന്റെ ഡയമെൻഷൻ കാണുക, യു ടിയുടെ ഡയമെൻഷൻ കാണുക, ഹാഫ് എ ടിയുടെ ഡയമെൻഷൻ കാണുക. ഓരോന്നൊന്ന് കണ്ടു നോക്കാം. എസിന്റെ ഡയമെൻഷൻ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ദാറ്റ് ഈസ് എ ലെങ്ത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? എൽ എന്ന് എഴുതാം. യു ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടൈം ടി. Okay, so L into t raised to minus 1 into t ആവുമ്പോൾ എന്താവും? t raised to minus 1ഉം tയും ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ. സോ length is the or L is the dimension of ut. ഇനി അടുത്ത ടേം ഏതാണ്? ഹാഫ് എ ടി. ഹാഫ് എ ടിയുടെ ഡയമെൻഷൻ എങ്ങനെ കാണാം? ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ഹാഫ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ്സിന് എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. സോ a into t, a എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ ആണ്, then t is the time. സോ എങ്ങനെ കാണാം? എൽ ടി റേസ് ടു മൈനസ് 2 ആണ് ആക്സിലറേഷൻ, ഇൻറ്റു ടി. അപ്പൊ ഇവിടെ എത്രയാ കിട്ടുക? ഈ എൽ ഇവിടെ വരുന്നുണ്ട്, then t റേസ് ടു മൈനസ് 2 പ്ലസ് 1. സോ എൽ ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 ആണ്. ഇനി കമ്പയർ ചെയ്യാം. മൂന്ന് ഡയമെൻഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കൂ. ഫസ്റ്റ് കേസിൽ എൽ ആണ്, സെക്കൻഡ് ഈസ് ഓൾസോ എൽ, തേർഡ് വൺ എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഇതിന്റെ എല്ലാ ഡയമെൻഷൻസും സെയിം അല്ല അല്ലെ. സിൻസ് ഓൾ ദ terms are having
different dimensions, we can say that the equation is not dimensionally correct because each terms are not having the same dimension. ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് എന്തല്ല, സെയിം അല്ലാത്തത് കൊണ്ട് the equation is not dimensionally correct എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതങ്ങനെ എഴുതണം. സിൻസ് all the terms are not having the same dimension എന്ന് എഴുതണം. That is why the equation is not dimensionally correct. അപ്പൊ ഫസ്റ്റ് കേസ് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കേസ് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ എന്താവും കിട്ടുക? എസിന്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൽ ആണ്. യു ടി എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? യു എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -1 ആണ് ഇൻറ്റു ടി. അപ്പൊ വീണ്ടും എന്തെന്നെ കിട്ടി? എൽ കിട്ടി. ലാസ്റ്റ് കേസാണ് വ്യത്യാസം വരുന്നത്. ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പൊ ഹാഫിന്റെ ഡയമെൻഷൻ ഇല്ല. എ എന്ന് പറയുന്നത് എൽ ടി റേസ് ടു -2 ആണ് ഇൻറ്റു ടി സ്ക്വയർ. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി നോക്കൂ. ടി റേസ് ടു -2 പ്ലസ് 2. അപ്പൊ അത് രണ്ടും എത്രയായി? 0 ആയി പോയി. അപ്പൊ ടിയുടെ ഡയമെൻഷൻ എന്തായി? ക്യാൻസൽ ആയി പോയി അല്ലെ. ദെൻ റിമൈനിങ് തിങ് ഈസ് എൽ. അപ്പൊ എന്ത് പറയാം? ഡയമെൻഷൻ ഓഫ് എസ്, ഡയമെൻഷൻ ഓഫ് യു ടി, ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി സ്ക്വയർ എല്ലാം എന്താണ്? എല്ലാണ് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് each term on both sides of the equation are having same dimension, therefore the equation is dimensionally correct. അപ്പൊ അതും കൂടെ എഴുതി വെക്കണം. because all the terms are having same dimension എന്ന് എഴുതിയാലും മതി. all terms are having same dimension, therefore the equation is dimensionally correct എന്ന് എഴുതണം. ഓക്കെ, അടുത്ത കേസ് എങ്ങനെ എഴുതാം? ഹാഫ് എം ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഹാഫ് എം ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ ബൈ യൂസിങ് ഡയമെൻഷൻസ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? രണ്ട് ടേമേ ഉള്ളൂ. എൽ എച്ച് എസിൽ ഒരു ടേം, ആർ എച്ച് എസിലും ഒരു ടേം. അപ്പൊ എങ്ങനെ കാണാം? ഹാഫ് എം ഇ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ കാണണം. അതെങ്ങനെ കാണാം? ഹാഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതിന് ഡയമെൻഷൻ ഇല്ല. ദെൻ എമ്മിന്റെ ഡയമെൻഷൻ എം തന്നെയാണ്. വി എന്ന് പറയുന്നത് ഇവിടെ വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റിയുടെ സ്ക്വയർ എൽ ടി റേസ് ടു -1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും? എം ഇൻറ്റു എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് കിട്ടും അല്ലെ, സ്ക്വയർ ചെയ്യുമ്പോ. അടുത്തത് എന്താണ്? എം ജി എച്ചിന്റെ ഡയമെൻഷൻ കാണണം. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, സോ എം എന്ന് തന്നെ എഴുതാം. ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ ദാറ്റ് ഹാസ് ദ സെയിം ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ അതേ ഡയമെൻഷൻ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? എൽ ടി റേസ് ടു -2 എന്ന് എഴുതാം. ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ്, സോ ദാറ്റ് ഈസ് എൽ. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? പവേഴ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കി നോക്കൂ. എം എൽ ഇൻറ്റു എൽ, സോ എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇനി രണ്ട് ഇക്വേഷൻസിന് കമ്പയർ ചെയ്ത് നോക്കി നോക്കൂ. എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഹിയർ ഓൾസോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അപ്പൊ എന്താ കിട്ടുന്നത്? ബോത്ത് ഇക്വേഷൻസ് ആർ ഹാവിംഗ് ദ സെയിം ഡയമെൻഷൻ, സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. എം ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. എല്ലാ എനർജിയുടെയും ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വർക്ക് ഡണ്ണിന് ഈക്വൽ ആണ്. അത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. അതായത് ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഇനി ഇ എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എം എന്ന് പറയുന്നത് മാസ് ആണ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സോ ഹിയർ ഇ എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? യെസ്, എനർജിയുടെ ഡയമെൻഷൻ ആണ്. സോ വർക്ക് ഡൺ ആണ്. എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ദെൻ എം ഇൻറ്റു സി സ്ക്വയർ കാണണം. എം എന്ന് പറഞ്ഞാൽ ഇവിടെ മാസ് ആണ്, സോ എം എന്ന് തന്നെ എഴുതാം. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? എൽ ടി റേസ് ടു -1 ദ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് വന്നു. അപ്പൊ കിട്ടുന്നത് എന്താണ്? എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണ് അല്ലെ. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡയമെൻഷനലിയും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ദെൻ സിൻസ് ദ all the terms are having the same dimension, the equation is dimensionally correct എന്ന് എഴുതിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ദീസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഡയമെൻഷൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ don't skip these things and study the definition of homogeneity principle also. ഓക്കെ, അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. The next question is, in the given equation b is equal to x plus at, find the dimension of x. അതായത് ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? v is equal to x plus at ആണ്. ഇതിനകത്ത് എക്സിന്റെ ഡയമെൻഷൻ എങ്ങനെ കാണാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ in the given equation v is equal to x plus at, find the dimension of x. എക്സിന്റെ ഡയമെൻഷൻ എങ്ങനെ കാണാൻ പറ്റും? ഹിയർ വി ക്യാൻ അപ്ലൈ ദ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അല്ലെ. ഇവിടെ ഡയമെൻഷൻ ഓഫ് ബി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്, ദാറ്റ് ഓൾസോ ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി. അപ്പൊ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും?
യെസ്, എക്സിന്റെ ഡയമെൻഷൻ കാണാം അല്ലെ. അപ്പൊ ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. എ ഈസ് ദ ആക്സിലറേഷൻ ആൻഡ് ടി ഈസ് ടൈം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഹൗ വി ക്യാൻ സ്റ്റാർട്ട്? ദാറ്റ് ഈസ് v is equal to x plus 80. ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. v is equal to x plus 80. Here we know that dimension of v that is equal to dimension of x that is equal to dimension of 80. ഇനി v, x, 80 ഇവ മൂന്നും സെയിം ആണ്. അവ മൂന്നിന്റെയും ഡയമെൻഷൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ വി അതായത് എക്സ് എന്ന് പറയുന്നത് ഇതിലത്തെ രണ്ടിനും ഈക്വൽ ആയിരിക്കില്ലേ? എക്സ് ഷുഡ് ബി ഈക്വൽ ടു വി ഓർ 80 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു വി എന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പോ വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ ഡയമെൻഷൻ കിട്ടിയില്ലേ? വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. സോ LT⁻⁻1 ആണ് എക്സിന്റെ ഡയമെൻഷൻ. വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഓരോന്നിന്റെയും ഡയമെൻഷൻസ് ഈക്വേറ്റ് ചെയ്യുക. അതായത് ഒരെണ്ണത്തിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ മറ്റുള്ളതെല്ലാം അതിന് ഈക്വൽ ആണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ, ഫ്രം ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ഡയമെൻഷൻ ഓഫ് എക്സ് കാണുന്നത്. സോ v is equal to x ആണ്. ഡയമെൻഷൻ ഓഫ് v is equal to ഡയമെൻഷൻ ഓഫ് x ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആണ്? വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് LT⁻⁻1. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ, ബി ആൻഡ് സി ഗിവൺ ദാറ്റ് എക്സ് ഈസ് ഇൻ മീറ്റർ ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്സ്. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ ആണ്. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ, ബി ആൻഡ് സി. മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എ, ബി, സി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയറിൽ ഓരോ ടേമിന്റെ ഡയമെൻഷൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? എക്സ് ഈസ് ഇൻ മീറ്റേഴ്സ്. മീറ്ററിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? L ആയിരിക്കും അല്ലെ. ലെങ്ത്തിന്റെ ഡയമെൻഷൻ, ലെങ്ത്തിന്റെ യൂണിറ്റ് ആണല്ലോ മീറ്റർ. അപ്പൊ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ടി ഈസ് ഇൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ടി ടൈം ആണ്. സോ ഇനി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എ ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. അപ്പൊ എ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാലോ. എക്സ് മീറ്ററിലാണെങ്കിൽ എക്സ് എന്തിന് ഈക്വൽ ആണ്? എല്ലിന് ഈക്വൽ അല്ലേ. സോ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ എന്ന് കിട്ടി. ഇനി അടുത്ത കേസ് നോക്കി നോക്കൂ. ബി ടി ആണ്, ബി ആണ് കാണേണ്ടത്. അപ്പൊ ബി ടി ഇസ് ഈക്വൽ ടു വീണ്ടും എക്സിന് ഈക്വൽ ആണെന്ന് കൊടുക്കാം. ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ബി ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ. അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എന്താ എഴുതാം? എൽ ബൈ ടി എന്ന് കിട്ടില്ലേ? ഓക്കെ, ഇവിടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബി ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു എൽ ആണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എൽ ബൈ ടി ആയിരിക്കും. ഓർ ബി ഇസ് ഈക്വൽ ടു LT⁻⁻1 എന്ന് എഴുതാം. ക്ലിയർ? അടുത്തത് സി ടി സ്ക്വയർ ആണ്. സി ടി സ്ക്വയർ എന്ന് പറയുന്നതും എന്തിന് ഈക്വൽ ആണ്? എക്സിന് ഈക്വൽ ആണ്. അതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ സി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ സി വിൽ ബി ഈക്വൽ ടു ടി സ്ക്വയർ. അതായത് സി ഇൻറ്റു ടി സ്ക്വയർ എൽ ആയിരിക്കും അല്ലെ. സി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ സി ഇൻറ്റു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എല്ലിന് ഈക്വൽ ആയിരിക്കും. അതിൽ നിന്ന് സി കാണാലോ. എൽ ബൈ ടി സ്ക്വയർ ആണ്. സോ LT⁻⁻2 ആണ് സിയുടെ ഡയമെൻഷൻ. അപ്പൊ നമുക്ക് എ, ബി, സി ഇവയുടെ മൂന്നിന്റെ ഡയമെൻഷൻസ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു എൽ, ബി ഇസ് ഈക്വൽ ടു LT⁻⁻1 ആൻഡ് സി ഇസ് ഈക്വൽ ടു LT⁻⁻2. So hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. അപ്പൊ ഇതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.